ഇന്നലെ ഈ നേരത്തെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ വിയോഗ വാർത്തയിൽ ഞെട്ടി നിൽക്കുകയാണ് മലയാളി ലോകം. മലയാളി ലോകം മാത്രമല്ല, കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ റോയിയെ നേരിട്ടും അല്ലാതെയും അറിയാവുന്ന ഓരോരുത്തരും. ആത്മവിശ്വാസത്തിന്റെ നിറകുടമായ കോടാനുകോടികളുടെ ഉടമസ്ഥൻ എന്തിന് ഇന്നലെ സ്വയം ഒരു വെടിയുണ്ടയിൽ ഒതുങ്ങി എന്ന് ചോദിച്ചാൽ ഇന്ന് മനോരമ പത്രത്തിലെ തലക്കെട്ട് പോലെ എന്തിന് എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. എന്നാൽ ഇന്ന് നേരം വെളുത്ത് ഇത്രയും നേരമായപ്പോൾ വരുന്ന വാർത്തകൾ ഇൻകം ടാക്സിന്റെ ക്രൂരതയാണ്, ദുബായ് പകയാണ്. വാർത്തകൾ അങ്ങനെ പറന്നും പരന്നും തുടങ്ങിയിരിക്കുന്നു. ബംഗളൂരുവിലെ ആസ്ഥാന ഓഫീസിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് തന്റെ ലൈസൻസ് ഉള്ള തോക്കുപയോഗിച്ച് അദ്ദേഹം സ്വയം വെടിയുതിർത്തത്. കേവലം 1 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇത്രയും വലിയൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ആ ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ സമീപനമാണോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. മുൻപ് ബിസ്ക്കറ്റ് രാജാവായിരുന്ന രാജൻ പിള്ളയും ജനകോടികളുടെ വിശ്വസ്തനായിരുന്ന അറ്റ്ലസ് രാമചന്ദ്രനും തകർന്നുപോയ സാഹചര്യങ്ങളുമായി CJ റോയിയുടെ വീഴ്ചയെ പലരും താരതമ്യം ചെയ്യുന്നുണ്ട്. അറ്റ്ലസ് രാമചന്ദ്രനെ ഗൾഫിൽ കുടുക്കിയതിന് പിന്നിൽ ചില ദുബായ് ബിസിനസ് ഗ്രൂപ്പുകളുടെ പകയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. സമാനമായ രീതിയിൽ CJ റോയിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവരും ദുബായ് കേന്ദ്രീകരിച്ചുള്ള ചില സാമ്പത്തിക താല്പര്യങ്ങളും ഇതിന് പിന്നിലുണ്ടോ എന്ന വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. 2019 കഫേ കോഫിയുടെ സ്ഥാപകൻ വിജി സിദ്ധാർത്ഥയുടെ ആത്മഹത്യക്കു കാരണം ആദായ നികുതി വകുപ്പിന്റെ അമിതമായ പീഡനമായിരുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നുമുണ്ട്. വർഷങ്ങൾക്കിപ്പുറം CJ റോയിയുടെ ജീവിതത്തിലും സമാനമായ സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ബിസിനസ് സമൂഹത്തിനിടയിൽ വലിയ ഭീതി പടർത്തുന്നുണ്ട്. ബംഗളൂരു നഗരത്തിന്റെ വളർച്ചയെക്കുറിച്ച് അസാമാന്യമായ ദീർഘവീക്ഷണമുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു റോയ്. 2000ന്റെ തുടക്കത്തിൽ സർജാപുരിയിലെ വിജനമായ പ്രദേശങ്ങളിൽ അദ്ദേഹം വാങ്ങിക്കൂട്ടിയ ഭൂമിക്കാണ് ഇന്ന് കോടികൾ വിലമതിക്കുന്നത്. ആടുകൾ മേയുന്ന കുഗ്രാമങ്ങളെ വൻകിട ടൗൺഷിപ്പുകളാക്കി മാറ്റിയ അദ്ദേഹത്തിന്റെ ബിസിനസ് ബുദ്ധി പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ലംബോർഗിനിയും റോൾസ് റോയ്സും അടങ്ങുന്ന ആഡംബര വാഹനങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വണ്ടിപ്രാന്തൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു അദ്ദേഹം. തൻ്റെ പ്രയത്നത്തിലൂടെ നേടിയെടുത്ത ഓരോ വിജയവും അങ്ങനെ മലയാളികൾക്ക് അഭിമാനമായി മാറുകയും ചെയ്തിരുന്നു. 7 പേർ ചേർന്ന് 2005 ആരംഭിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ദുബായ് ആസ്ഥാനമായി തുടങ്ങിയ കമ്പനി പിന്നീട് കേരളത്തിലും കർണാടകത്തിലും നിരവധി പദ്ധതികൾ പൂർത്തിയാക്കി. മോഹൻലാലിനെ പോലെയുള്ള സിനിമാ താരങ്ങളുമായും സിനിമാ മേഖലയുമായും വലിയ ആത്മബന്ധം റോയ് പുലർത്തിയിരുന്നു. ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹിയായും ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ഉപദേശകനുമായും അറിയപ്പെട്ടു. എങ്കിലും ഇത്രയേറെ ആത്മബലമുള്ള ഒരാൾ ഇത്ര പെട്ടെന്ന് തകർന്നു പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അത്രമേൽ ശക്തമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കണം. ആദായ നികുതിന്റെ വകുപ്പിൽ അവരുടെ ക്രൂരതയാണോ അതോ ദുബായിൽ തുടങ്ങിയ ബിസിനസ് ചതിക്കുഴികളാണോ അദ്ദേഹത്തെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. രാജൻ പിള്ളയുടെയും അറ്റ്ലസ് രാമചന്ദ്രന്റെയും കഥകൾ ആവർത്തിക്കുമ്പോൾ മലയാളിയായ ഒരു ബിസിനസ്സുകാരനെ കൂടി തകർത്തെറിയാൻ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ഭയം മലയാളി ലോകത്ത് പടരുകയുമാണ്. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവർ 3 ദിവസമായിട്ട് അവരുടെ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞ. കൊച്ചിയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വലിയ ഭീഷണിയോ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ അല്ല, അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിന്റെ പുള്ളിയാണ് ഇൻവെസ്റ്റിഗേഷൻ ടീം. പുള്ളിയുടെ പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഒരു 43 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്തായിരുന്നു ഈ പരാതിക്ക് ഒരു പ്രശ്നം? ഇപ്പോൾ എന്താ അന്വേഷണമാണ് നടന്നുകൊണ്ടിരുന്നത്? ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അത് എനിക്ക് തോന്നുന്നില്ല. അത് 43,000 അടിക്ക് വേണ്ടിയിട്ട് ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. ഈ 2 മണിക്ക് ശേഷം അവിടെ എന്തുണ്ടായി എന്നാണ് കരുതുന്നത്? അല്ല, അറിയില്ല. ഞാൻ പോയാലോ എനിക്ക് അറിയുള്ളൂ. അവിടെ ഓഫീസിലുണ്ടായിരുന്നു. അല്ല, ഈ ഉദ്യോഗസ്ഥനായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ. ഇല്ല, ഒരു തീരുമാനമായിട്ടില്ല. വീട്ടിൽ ഞാൻ ഫാമിലി ഒന്ന് കണ്ടോട്ടെ. Since last 2 to 3 days, the income tax team were having a search of this premises, but we are not aware of all the details.
ಅದೇನೋ ಅವ್ರಿಗೆಲ್ಲ ಅವರ ದೊಡ್ಡ ಧೈರ್ಯವಂತ ಅವೆಲ್ಲ ಅವ್ರಿಗೆ ಮ್ಯಾಟ್ರೇ ಅಲ್ಲ ಅದು. ಆದರೆ ಅದು ತನಿಖೆ ಆಗಬೇಕಾಗಿದೆ. ಇವರು ಈ ಮಟ್ಟಕ್ಕೆ ಇವತ್ತು ಹೋಗಿದ್ದಾರೆ ಅಂತಂದರೆ ಅದರ ಹಿಂದೆ ಏನಾಗಿದೆ ಅನ್ನೋದನ್ನು ತನಿಖೆ ಆಗಬೇಕಾಗಿದೆ. ಬಹುಶಃ ಇರ್ಬೋದೇನೋ, ಅದು ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಅದು ಗೊತ್ತಾಗಲಿದೆ. ಅವರ ಕುಟುಂಬ ವರ್ಗ ಅದನ್ನು ಹೇಳ್ತಾರೆ. ಆಗಿತ್ತು ಅಂತ ನಾವು ಕೇಳ್ಪಟ್ಟಿದ್ವಿ. ಆದರೆ ಇವತ್ತಿನ ರೈಡು ಏನಾಗಿದೆ ಅದು ಅತ್ಯಂತ ಪ್ರೆಷರ್ ಮಾಡಿದ್ರು ಅಂಥೇಳಿ ಕೇಳ್ಪಟ್ಟೆ. ನಾನು ಅತ್ಯಂತ ಪ್ರೆಷರ್ ಕೊಟ್ಟರು ಅಂತೇಳಿ ಕೇಳ್ಪಟ್ಟೆ.